നേരം വൈകിയില്ലേ? മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്. അമ്മുവിന്റെ കാര്യം നീ വേണോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ടാ എനിക്ക്. എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മുവിന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്ക് നല്ലത്? നിങ്ങൾക്കോ? ചെയ്തത് തെറ്റാണെന്ന് വെച്ചാൽ നന്ദേട്ടന് തോന്നുന്ന ഏത് ശിക്ഷ എനിക്ക് തരാം. ഒന്നുകിൽ തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, അല്ലെങ്കിൽ എന്റെ ധർമ്മസങ്കടം ആരും എന്താ മനസ്സിലാക്കാത്ത? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിച്ചു വന്നാൽ ഞാൻ എവിടെ നിർത്ത തരാനാ? അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അമ്മയുടെ തല്ലു വാങ്ങണ ഞാനാ. കാശ് കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന ഓർഡർ. ആ, അവളൊക്കത് പറയാം. ഉണ്ടായിരുന്ന കാശൊക്കെ പിഴിഞ്ഞെടുത്തിട്ടല്ലേ അവള് പടിയിറങ്ങി പോയേ. ഇപ്പൊ പണ്ടത്തത്ര കളിയില്ല. ഒരു കളിക്ക് വിളിച്ചിട്ട് കാലെത്രയായി? ഇതൊക്കെ അപ്പൊ അവനോട് പറഞ്ഞിട്ട് കാര്യം എന്താ ശേഖര? 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നു. എന്താ കുട്ടി ഒരു വല്ലായ്മ? സുഖമില്ലാന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. വിശേഷങ്ങളൊക്കെ അനിയനോട് പറഞ്ഞ് ഉറങ്ങാൻ നേരം ഉണ്ടായിട്ടുണ്ടാവില്ല. നന്ദം പോയതുകൊണ്ട് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അമ്മു. ആ ഗൗരി, ദേ ശേഖരന്റെ കുട്ടിയാ. അണിയറയിലെ ദുഃഖം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാ. ഉപേക്ഷിച്ചതാ. 2 മനസ്സുമായിട്ട് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് പിരി തന്നെയാ. ഹായ്, എത്തിയോ മണവാട്ടി? അടിപൊളിയായിരുന്നോ യാത്രയൊക്കെ? ആ പിന്നെ ഈ നാത്തൂൻ എന്താ കൊണ്ടുവന്നിരിക്കണേ? മോൾക്ക് നല്ലൊരു സമ്മാനം വീട്ടിൽ പറഞ്ഞു വെച്ചിട്ട് എടുത്തി വന്നിരിക്കണേ. ഇതെന്താ ഇത്? ഈ ചെലപ്പോ എങ്ങനെയാ മനുഷ്യന് മനസ്സിലാവാത്ത പോലെ സംസാരം. വാ. ആ ഗൗരിയടുത്തിമ്മ അറിഞ്ഞോ? ഇന്നലെ ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. ഞാനും വെള്ളേച്ചിയും ഒക്കെ കൈ നോക്കിച്ചു. പിന്നൊരു കാര്യം അറിയോ? എന്റെയും വെള്ളേച്ചിനും കൈരേകളും ഒക്കെ ഒരുപോലാ. വെള്ളേച്ചിക്ക് സംഭവിക്കുന്ന ഒക്കെ എനിക്ക് സംഭവിക്കും. ഗൗരിയടുത്തമ്മേ, ആ പരമനെ പോലെ വേണു എന്നെ തല്ലുവോ? ഹേയ് ഇല്ല. ഞങ്ങള് കഴിഞ്ഞ ജന്മത്തിലേ ഒന്നായവരാണെന്നാ ആ കൈനോട്ടക്കാരി പറഞ്ഞത്. കഴിഞ്ഞ ജന്മത്തില് ഞങ്ങക്ക് കുട്ടികൾ എത്രയെന്നറിയോ? 7. 4 ആണും 3 പെണ്ണും. ഈ വീട് നിറയെ കുട്ടികൾ വേണം. ശാഠ്യം പിടിച്ച് കരയും ചിരിച്ചു കളിച്ച് ബഹളം ഉണ്ടാക്കും ഒക്കെ ചെയ്യുന്ന കുട്ടികള്. എന്തേ നിന്നാളിഞ്ഞത്? ഏയ് ഒന്നുമില്ല. ആ വേറൊരു കൂട്ടുകൊണ്ട് കാണിക്കാൻ വാ. ആ ദേ നോക്കി. എങ്ങനെയുണ്ട്? ആൽബം നോക്കി വരച്ചതാ. ആ ഇല്ല, ഇത് എന്റെയാ. ഞാൻ ആർക്കും തരൂല. ഗൗരിയടുത്തമ്മേ, അറിഞ്ഞോ? എന്ത്? പരമൻ ഇന്നലെ വെളിച്ചപ്പാടിന്റെ കയ്യിൽ നിന്ന് പൊതിര് തല്ല് കിട്ടിയെന്ന്. അയാള് വാളെടുത്ത് വെട്ടാതിരുന്ന ഭാഗ്യം. എന്നിട്ട് ആശുപത്രിയില? ഏയ് വീട്ടിലുണ്ട്. തളർന്നു കിടക്കണു. അസലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയും വേണം. ആ വെള്ളച്ചിൽ എത്രയല്ല അയാൾ ഒടിച്ചിരിക്കണേ. ആ പോസ്റ്റ്മാൻ തന്നാ. നന്ദൻ എന്നും ഉണ്ട് ഒരു കെട്ട് കത്ത്. എനിക്ക് ആരും കത്തെഴുതാനില്ല. ഗൗരിയടുത്തമ്മേ, വേണുവിനോട് എനിക്കൊരു കത്തെഴുതാൻ പറയോ? പറയാം. എന്ത് വീട്ടിത്താ കുട്ടിയെ കാണിക്കണേ? ഇങ്ങനെ നിരാശപ്പെടപ്പ എന്താ ഉണ്ടായി? എനിക്കറിയില്ല കുട്ടിമാമേ. വേണുവിന്റെ കത്ത് വന്നിട്ടുണ്ട്. അവൻ എന്താ എഴുതിയിരിക്കണേ? ഞാൻ വായിച്ചു നോക്കിയില്ല. എനിക്ക് പേടി അത് തുറക്കാൻ. നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധ പാവാണവൻ. ഒരു അനിയത്തിപ്രാന്തൻ, അത്ര തന്നെ. വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും. ചില നേരത്ത് നന്ദേട്ടന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമേ. മോള് ധൈര്യമായിട്ടിരിക്കൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനായിട്ടിരിക്കും.
ഗൗതം, Sir? ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പെർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു. അറേഞ്ച് ടു പിക്ക് ദം അപ്പ് ഫ്രം ദ എയർപോർട്ട്. ടുമോറോ ഐ മീറ്റ് ദം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. യെസ് സർ. നന്ദേട്ടാ, വേണുവിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? ഞാൻ വായിച്ചില്ല. തുറക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും വായിക്കേ. വരാനുള്ളത് വഴി തങ്ങില്ല. വേണുവിന് കല്യാണത്തിന് സമ്മതാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളും. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോകുമെന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കുക. ഇനി അമ്മൂന്റെ കല്യാണം. താൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ? എന്നെ പിരിഞ്ഞു നിന്നിട്ടില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന്റെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്യമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? എന്നെ പറഞ്ഞേക്കാണ് നന്ദ. പോകാതെ പറ്റില്ലല്ലോ മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. വേണുവിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കൂടണ പോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കണ പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഏതായാലും മാസക്കിനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായില്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ട് എന്താ. അതെ, അറിഞ്ഞില്ലേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കിയില്ലേ ഞാൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ട് അറിയിക്കണവരെത്രയാ. പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറയണ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം. എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നുകയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അന്ന് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി വിട്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വേണു, അമ്മു, ദേ എവര് ഇറങ്ങാന്ന്. വേണോട്ട് വേണ പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരിവിടെ വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ?
കണ്ടൂടെ എനിക്കതിനെ. അമ്മു ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി, അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഉമ്മറത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമായോ? ഓ, സാരില്ല. അച്ഛനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ആ അമ്മ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരല്ലോളെ, അച്ഛനത് എപ്പോഴേ മറന്നു. അമ്മോ, എന്താ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അതെ, ഈ സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അവള്. അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെ കോണം പോന്ന കുട്ടിയല്ലേ അവള്. ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണൂല്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്. ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ. അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ. എല്ലാരും പെണ്ണുങ്ങളാ. നന്ദ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കെട്ടിയിരുന്ന ആളാ. പരമനില്ലേ, വെള്ളച്ചിന്റെ ഭർത്താവ്, അയാൾക്ക് ഭഗവതിന്റെ വേഷം കെട്ടില്ല പണി. അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ. ഇതേ കൊണ്ട് മുകളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരുമില്ല. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയറെ അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഈ കണ്ടഭാരങ്ങളും കർണഭാരങ്ങളും കഴിച്ചേക്കണം. പിന്നെ ഒരു സിമ്പിൾ ചെയിൻ, കാതിലൊരു ചെറിയ കമ്മല്. ഒറ്റ കാതിലോ? ഈ ടിവിയിൽ കാണുന്ന പാട്ടുകാരെ പോലെ? അതല്ല, 2 കാതിലും ഓരോ ചെറിയ കമ്മല്, 2 വള, അത്ര മതി. ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടോ? വീടൊക്കെ ഞാൻ കണ്ടു. ചെറിയ വീടാ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നാ. അത് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യെന്നാ വെള്ളച്ചി പറയണേ. രാഷ്ട്രീയക്കാരുടെ അല്ല, കുടുംബാസൂത്രണക്കാരുടെ. അതിന് നമുക്ക് 7 കുട്ടികളുണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത്. അയ്യോ, ഇതിനൊക്കെ ആര് പോറ്റും? ഞാൻ. എനിക്ക് പിന്നെ വേറെന്താ പണി? വേണോട്ടിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇഷ്ടംപോലെ നന്ദന്റെ കയ്യിലുണ്ട്. ആരാ അതിന്റെ മുകളിൽ മുല്ലപ്പൂട്ടിരിക്കണേ? അത് മണിയാറോ ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ. എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? കല്യാണം നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. മുല്ലപ്പൂന് നാറ്റോ? അതെ, നാറ്റം തന്നെ. എനിക്ക് തലവേദന എടുക്കും. ഒന്ന് പതുക്കെ പറയും. അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച. മെനക്കെട്ട് അലങ്കരിച്ചിരിക്കണു. നിങ്ങളുടെ അത്ര പേർ ജോലിയൊന്നുമില്ലേ? അയ്യോ, വലിയൊരു പാമ്പ്. മൂർഖനാ, പേടിച്ചു പോയി. നന്ദനും ഗൗരിയത്തിനും വരണ വഴിയാ. എവിടെ പാമ്പ്?
തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തൻ വെള്ളിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ? വേണുവേട്ടൻ കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അച്ഛൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീട്ടിനകത്തും പേടിപ്പിക്കുന്ന ജീവികളാ നന്ദാ. പൂച്ച, എട്ടുകാലി, ഇന്നാളുണ്ട് അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നതാ. കുറച്ചു കഴിഞ്ഞ എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കുക രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണേലും അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെ അല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെയാ കഴിഞ്ഞുകൂടുക? നീ വേണോനോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഇതാ വരുന്നുണ്ട്. വാ അമ്മു. നിങ്ങളെപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. വാ. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങക്ക് കുറച്ചു ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാനും അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂനെ ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ചു ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ? ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോട് ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്. ഒന്നുകൂടെ ആലോചിക്കേ. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മു വേണു. എന്താ ഇത്ര വൈകണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ. ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി പോകും. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. അതവൾ ഓർമ്മിച്ച് കൊണ്ടുവന്നല്ലോ. മക്കളെ കണ്ടും മാമ്പു കൊണ്ടും കൊതിക്കല്ലേന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഏയ്, ഒരു ചൊല്ലിലും കൊതു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോണു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ നിങ്ങള്? ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ. വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാൻ എങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുവോ? സാരമില്ല. ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിയ കയറി വന്നൊന്നല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട. ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പി പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താടി എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകക്കാർ വരും വൈകുന്നേരം ആവുമ്പോ. പരദൂഷണം പറയാൻ. മോളെ, വാക്ക് കുറച്ച് ഏറി പോകുന്നു. മോളത്രേ. അച്ഛൻ അവരുടെ കൂടെ തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിച്ചൂടെ? മൂത്തോരല്ലേ അവര്. അവരുടെ അഹമ്മത്ത് ഞാൻ എന്തിനു സഹിക്കണം? നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയുന്നത് നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയണ അഹങ്കാരം തോന്നിയാസം. ഇവറ്റിക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. നീ ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടോ നിങ്ങൾ ഒറ്റയ്ക്കായത്? നിങ്ങളുടെ ഭാര്യ വരെ. വേണോട്ടാ, ആരില്ലെന്നും നന്ദ നന്ദ നന്ദ. ബാർബിറ്റോൺ പതിവായി കഴിക്കാറില്ലേ? അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചൊള്ളിതീനുള്ള കുട്ടിയാണല്ലോ. 4 കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറൂന്ന. ചിലർക്ക് 4 കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും ഇത്. ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം.
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി.